Hi dears, welcome to Aegon Learning. Yes, അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമ മിസ്. ഞാനിതാ നിങ്ങളുടെ സ്വന്തം അഖിൽ സാറാണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇന്ന് വന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാലോ? എന്തിനായിരിക്കും മിസ്സേ ഒന്ന് പറയലേ? അതെ, അപ്പോൾ നമ്മുടെ SSLC ഇംഗ്ലീഷ് എക്സാം അടിപൊളിയായിട്ട് എഴുതി വന്നിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ എന്താണ് 4 ദിവസമാണുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സ്വന്തം മാത്സ് എക്സാമിന് വേണ്ടി. അതെ, മാത്സ് എക്സാം പഠിക്കാൻ 4 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. 4 ഫുൾ ഡേ. പക്ഷേ 4 അല്ല, നമുക്കത് 5 ദിവസം തന്നെ. ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കാൻ ആരും വിചാരിക്കരുത് മക്കളെ. ആ പരിപാടി നമുക്ക് പാടില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇംഗ്ലീഷ് എക്സാമിന്റെ ഒരു ഹാങ് ഓവർ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് ഇന്നത്തെ ദിവസം ഫുള്ള് റെസ്റ്റ് എടുത്ത് കളയാമെന്ന് വിചാരിക്കരുത്. അതെ, നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം ഈ 4 ദിവസം ഇനി അങ്ങോട്ടേക്കുള്ള ദിവസവും ഇന്നത്തെ ഈ ദിവസം കൂടെ ചേർത്ത് അടിപൊളി ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് പോവാം. പലർക്കുള്ള സംശയിക്കും മിസ്സേ, ഈ ദിവസം ഈ 4 ദിവസം മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് A+ എത്താൻ പറ്റുമോ? എന്താണ് ഇത്? പറ്റും. യെസ്, ഈ 4 ദിവസമല്ല, നമ്മൾ പറഞ്ഞത് എന്താണ്, ഇന്ന് വൈകുന്നേരം തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാണ്. അപ്പോൾ ഈ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 110 മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ 110. അതെ, 110 അത് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ഫോക്കസ്. 110 തന്നെയാണ് മക്കളെ. 80 മാർക്കിന് വേണ്ടി പരീക്ഷ എഴുതണ്ട, 110 തന്നെ ഫോക്കസ് ചെയ്യുക. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് എഴുതാം. ടൈം ഉണ്ടാവും, ഉറപ്പാണ്. മാർക്ക് വേണം, ഒപ്പം എന്താണ് ടൈം മാനേജ്മെന്റ് കൂടെ നമുക്ക് റെഡി ആക്കണം. യെസ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഇനി എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, ഈ 4 ദിവസത്തെ തന്നെ നമുക്ക് റിവിഷൻ കൂടെ വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് അറിയാം, സാധാ പോലെയല്ല, പരീക്ഷ കുറച്ചൊക്കെ ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ചേഞ്ച് മാത്സിൽ വരാൻ നല്ല സാധ്യതയുണ്ട്. മാത്സിൽ നിങ്ങൾ പണി വാങ്ങരുതേ. നമുക്ക് പഠിക്കണം. 2 പരീക്ഷ ഇപ്പൊ നമ്മൾ അടിപൊളിയാക്കി എഴുതി. ഇനി ബാക്കി അങ്ങോട്ടേക്ക് നമ്മുടെ ചാൻസാ. മാത്സും കൂടെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിന്റെ വഴിക്ക് കോൺഫിഡൻസ് അങ്ങ് കൂടും. അല്ലേ ടീച്ചറെ? അതെ, അപ്പൊ മാത്സ് അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് 5 ദിവസം വേണ്ട എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഡേ നമുക്ക് ഫുൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാനുള്ള ഒരു ദിവസമാണ്. അപ്പൊ നിങ്ങൾ കുറെ ദിവസം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കരുത്. നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പൊ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കറക്റ്റ് എങ്ങനെ പഠിക്കണം, ഇങ്ങനെ നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കണം. നിങ്ങൾക്ക് എത്തും. നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്ത് നിങ്ങൾക്ക് A+ തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ആ രീതിയിലാണ് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ആയിട്ട് ഇറങ്ങിയത്. അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഠിക്കുക. നോക്കാം നമുക്ക് എങ്ങനെയാ. ഇന്നത്തെ ദിവസം, ഇന്നിപ്പോ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് എത്തിയതാ. ഈ ദിവസം എന്ത് ചെയ്യണം? ഈ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷ കഴിഞ്ഞതിന്റെ ക്ഷീണം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എണീക്കാം, മാത്സ് ബുക്ക് കയ്യിലെടുത്ത് പിടിക്കുക. ഒരു കുഞ്ഞി ചാപ്റ്റർ. എന്തുകൊണ്ടാ ഇങ്ങനെ? നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് വന്നതല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം ഒഴിവാക്കണ്ട. നമുക്കൊരു എളുപ്പമുള്ള ചാപ്റ്റർ പഠിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഏതാണ് ആ ചാപ്റ്റർ? നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ഥിതിവിവരക്കണക്ക് അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സ്. എത്ര മാർക്കാണ് ടീച്ചറെ ഈ ചാപ്റ്ററിന്? നമ്മുടെ മോഡൽ എക്സാമിന് നമുക്ക് വന്നിട്ടുള്ളത് 7 മാർക്ക്. യെസ്, 7 മാർക്ക്. ആദ്യം ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റിനും പിന്നെ ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റിനും. 5 മാർക്കിന്. രണ്ടും 5ഉം രണ്ടാം കൂടെ ചേർത്താൽ 7. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ 2ഉം 5ഉം കൂടെ 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരുന്നു വന്നത്. അതിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണെന്ന് അറിയാലോ? മീഡിയനും മീനും. ടൈപ്പ് 1ൽ മീനും കൂടെ ചേർത്ത് പഠിക്കുക, മാധ്യവും മധ്യമവും പഠിക്കുക. ടൈപ്പ് 3ൽ നിന്നാണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ടൈപ്പ് 2 നമുക്ക് പഠിക്കാൻ ടൈം ഉണ്ട്. നമുക്ക് 5 ദിവസം ഇങ്ങനെ കിടക്കല്ലേ, അത് നിങ്ങൾ വെറുതെ അലമ്പാക്കി തീർക്കണ്ട. നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കടാ. മുഴുവൻ പഠിക്കാൻ, കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണ്, ഇനിയും ഇന്നത്തെ ദിവസം കഴിയാനായിട്ട് 6-7 മണിക്കൂറുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ആ ഒരു 6 മണിക്കൂറിനുള്ളിൽ നിങ്ങളോട് ഈ ഒരു ഒറ്റ ചാപ്റ്ററെ പഠിക്കാൻ പറയുന്നുള്ളൂ. അത് മാത്രമല്ല, അത് എങ്ങനെ പഠിക്കണം എന്നും കൂടെ ടീച്ചറായി. ഈ ചാപ്റ്ററിന്റെ ചാപ്റ്ററിന്റെ ഒരു 1 ഷോട്ട് വീഡിയോ ഇപ്പൊ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. കംപ്ലീറ്റ് ഇപ്പോഴല്ല, ക്ലാസ് കഴിഞ്ഞിട്ടോ, ഇത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പോയിട്ട് ആ വീഡിയോ കാണാം. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ ഉറപ്പ് തരുന്നു, ആ ഒരൊറ്റ വീഡിയോ കണ്ടാൽ ഈ സ്റ്റാറ്റിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട. നിങ്ങൾക്ക് ഫുൾ മാർക്ക് അതിലുണ്ടാവും. ഇതുവരെ അറിയാത്ത ഒരാൾക്ക് പോലും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ പക്കാ ക്ലിയർ ആവും. സോ എന്ത് ചെയ്യാ, ഈ വീഡിയോ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ആ വീഡിയോ കാണാം, നേരെ ബുക്ക് എടുക്കുക, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം, നാളത്തെ ദിവസം 7ാം തീയതി, നമ്മൾ ഇന്ന് കഴിഞ്ഞ് വ്യാഴാഴ്ചയിലേക്ക് പോവാണ്. വ്യാഴാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾ എപ്പോഴാണ് നീക്കുക? രാവിലെ നേരത്തെ നീക്കുന്നവരോ, അല്ലെങ്കിൽ രാത്രി ലേറ്റ് ആയി പഠിച്ച് രാവിലെ കുറച്ചേരം കഴിഞ്ഞ് നീക്കുന്നവരോ, അങ്ങനെ പല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ. എന്തായാലും നമ്മുടെ ടാർഗറ്റിൽ അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാവണം 7ാം തീയതി രാവിലെ. നമ്മുടെ കയ്യിൽ നാളെ എന്താണ്, ഒരു ഫുൾ ഡേ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ ഫ്രഷ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അരിത്മെറ്റിക് സീക്വൻസ്. പക്ഷേ അരിത്മെറ്റിക് സീക്വൻസ് പഠിക്കുമ്പോഴേ നിങ്ങൾ ഏതൊക്കെ ഭാഗം പഠിക്കുക? അതിൽ സാധാരണ മിസ് അവർ ടഫ് ആയിട്ട് നമുക്ക് ഓൾറെഡി അവർ കോണ്ടന്റ് വീഡിയോ വേണമെന്ന് പറഞ്ഞ കുറച്ച് ഭാഗങ്ങളുണ്ട്. സമ്മ് കാണുന്നത്, അതേപോലെ പാറ്റേണിന്റെ ക്വസ്റ്റിനും ഈ 2 എണ്ണത്തിന്റെ കോണ്ടന്റ് വീഡിയോ വേണമെന്ന് മക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഡേ ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ തേടി ആ കോണ്ടന്റ് വീഡിയോ വരും, ഷോർട്സ് വരും. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് നിങ്ങൾ
എന്താണോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. അരിത്മെറ്റിക് സീക്വൻസ് നിങ്ങൾ അങ്ങനെ പഠിക്കണം. 19 മാർക്കാണ് മോഡൽ എക്സാമിന് ആ ചാപ്റ്ററിന് ചോദ്യം ചോദിച്ചത്. പാറ്റേൺ അടക്കം 19 മാർക്കിനാണ് ചോദിച്ചത്. അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഉറപ്പാണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. ആദ്യത്തെ ടൈപ്പ് അറിയാലോ, ജനറൽ ഫോമും കാര്യങ്ങളൊക്കെ കാണുന്ന ഫസ്റ്റ് ഭാഗം സീക്വൻസിലെ ടേം ആണോ, ഇത്ര ടേമിന്റെ സമ്മ്, ഈ പരിപാടികളിലെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ബീജഗണിത രൂപം, അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടാക്കിയ സമ്മിന്റെ ഭാഗത്തുനിന്ന് വേണ്ടി മാത്രം ആ കോണ്ടന്റ് വീഡിയോ നിങ്ങളെ തേടി വരും. മിസ്സാക്കരുത്, കംപ്ലീറ്റ് കാണും കേട്ടോ മക്കളെ, എന്തായാലും നോക്കുക. 19 മാർക്ക് വരുന്ന നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് അടിപൊളിയായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. അല്ല ചാൻസിലേക്ക് പോവാം. അന്ന് തന്നെ വലിയ ചാപ്റ്റർ വേണ്ട, നമുക്ക് അന്ന് ചാൻസിലേക്ക് പോകാം ടീച്ചറെ. ഓക്കെ, അപ്പൊ നമുക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്നതും പോളിനോമിയൽസും ഈ രണ്ട് ചാപ്റ്ററിന്റെതും നമുക്ക് സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ വൺ ഷോട്ട് വീഡിയോ ആയിട്ട് വരും. 20 മിനിറ്റിനുള്ളിൽ ഈ രണ്ട് ചാപ്റ്റേഴ്സും എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരു വൺ ഷോട്ട് വീഡിയോ നമ്മൾ തന്നിരിക്കും. അപ്പൊ ഈ രണ്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. കുഞ്ഞു രണ്ട് ചാപ്റ്റേഴ്സ് ആണ്, വിട്ട് കളയരുത്, ഒന്നും മിസ്സാക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള അതിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിലെ ക്വസ്റ്റ്യൻ ടീച്ചറെ സാധ്യതകൾ ക്വസ്റ്റ്യനിൽ പേയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അവർ നമ്മളോട് കോണ്ടന്റ് വീഡിയോ വേണമെന്ന് പറഞ്ഞൊരു ഭാഗം. ആ പേയേഴ്സിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും തന്നിരിക്കും കേട്ടോ. പേയേഴ്സ് വരുന്ന ഭാഗം അല്ലെങ്കിൽ ആ വീഡിയോ അത് മൊത്തത്തിൽ തന്നെ ഈ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കംപ്ലീറ്റ് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി, വേറെ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കേണ്ട. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ 3 ചാപ്റ്റർ ഏതൊക്കെ ചാപ്റ്റർ 3 നമ്മൾ അങ്ങനെ പറഞ്ഞത് അല്ല, നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ എന്താ പറയാ സ്റ്റാറ്റി പോലെ സ്റ്റാറ്റി, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, പോളിനോമിയൽ, ഈ 3 ആ കോണ്ടന്റ് വീഡിയോ മാത്രം കണ്ടാൽ മതി. അതിൽ തന്നെ അതൊരു വൺ ഷോട്ട് വീഡിയോ ആയിരിക്കും. അതിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ വേണ്ട സാധനങ്ങൾ ഉണ്ടാവും. അരിത്മെറ്റിക് സീക്വൻസ് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് എന്നെ പഠിക്കണം. നമ്മൾ ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് വർക്കൗട്ട് ചെയ്തില്ലേ, നമ്മുടെ ലൈവിലായിട്ട് എത്ര ക്വസ്റ്റ്യനാണ് ചെയ്ത്, എല്ലാം എടുത്ത് പെട്ടെന്ന് ചെയ്ത് പഠിക്കുക. അതിൽ സം എന്ന് പറയുന്ന പാറ്റേൺ എന്ന് പറയുന്ന ഭാഗവും കോണ്ടന്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ അടുത്തേക്ക് വരും. അപ്പൊ ഇതോടുകൂടി നിങ്ങളുടെ 7ാം തീയതിയിലെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ ഇതിൽ നിന്നും ഇതിൽ ഒരു കോംപ്രമൈസ് നിങ്ങൾ പാടില്ല. കാരണം നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് തന്നിട്ടുള്ള ഒരു ഫുൾ ഡേ ഉണ്ട്. ഒരു കോംപ്രമൈസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് പറ്റുന്നത്ര ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കട്ടോ. വീണ്ടും ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവും. അതിന്റെ കൂടെ സ്റ്റാറ്റി കഴിഞ്ഞ ദിവസം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം തന്നെ നിങ്ങൾ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരിക. 7ാം തീയതി ബുക്ക് എടുത്തിരിക്കുന്ന ഒരു കുട്ടി ആലോചിക്കുക എന്താണെന്നറിയോ, ഇനി എന്റെ കയ്യിൽ ഒരു 3 ദിവസം കൂടി ഉണ്ടല്ലോ, പഠിച്ചാൽ മതി. ആ ചിന്തയാണ് ഇവരെ ഏറ്റവും വലിയ പ്രശ്നം വരിക. അവസാനം ആവുമ്പോ എന്താ ഉണ്ടാവും അറിയോ, ലാസ്റ്റ് ഡേ എന്താണ് 10ാം തീയതി രാത്രി 7 മണി 8 മണി ആകുമ്പോഴാണ് നമ്മൾ ഇനിയും നമ്മുടെ മുന്നിൽ ഒരു കടൽ. പിന്നെ ആ നേരത്തെ പിന്നെ കുറെ ലൈവ് കണ്ടിട്ട് അവിടുന്ന് ഇവിടുന്ന് കുറെ ക്വസ്റ്റ്യൻ ആയിരിക്കും. മൊത്തം നമുക്ക് ടെൻഷൻ ആവും. ഇതാവുമ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ലൈവിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ലൈവിന്റെ സമയത്ത് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റിലാക്സ് ആയിട്ട് ലൈവ് കാണാൻ പറ്റും. മറ്റ് ഞാൻ ഇതൊന്നും പഠിച്ചില്ലല്ലോ, അപ്പോൾ കുറെ ലൈവിലെ കുറെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അവിടുന്ന് ഇവിടുന്ന് അങ്ങനെ വന്നാൽ നമുക്ക് എല്ലാം കൂടെ ടെൻഷൻ ആവും. ആ ടെൻഷന്റെ ആവശ്യം മാത്സിനില്ല. നമ്മളെ കയ്യിലുള്ള സമയം നല്ലതുപോലെ യൂസ് ചെയ്യുക, നല്ലതുപോലെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ 8ാം തീയതി. യെസ്, 8ാം തീയതിയാണ് നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് വെച്ചത് ഘനരൂപങ്ങൾ, സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോളിഡ്സ്, ആ സോളിഡ്സ് പഠിക്കുമ്പോൾ മക്കള് സാധാരണ ചോദിക്കുന്ന കുറച്ച് പ്രശ്നമുണ്ട്. ഏതൊക്കെയാ? അവർക്ക് മെൽറ്റിംഗ് റീകാസ്റ്റിംഗ് ഉരുക്കുന്ന ക്വസ്റ്റ്യൻ, റേഷ്യോ വരുന്ന ക്വസ്റ്റ്യൻസ്. ഒരു സെക്ടറിനെ കോണാക്കി മാറ്റുമ്പോൾ അവിടെ വരുന്ന അതെ, സെക്ടർ കട്ട് ചെയ്തിട്ട് വൃത്താംശം മുറിച്ച് വൃത്തസ്തൂപിയാക്കുക. നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ലേ, ഈ ഭാഗമൊക്കെ കുറച്ചൊന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയാന്ന് തോന്നില്ലേ? ആ ഭാഗങ്ങളായിരിക്കും നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 8ാം തീയതി പകൽ സമയത്ത് നിങ്ങളെ തേടി അത് കോണ്ടന്റ് വീഡിയോ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ പേടിക്കേ വേണ്ട, സോളിഡ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കണേ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, 2ാം കൃതി സമവാക്യങ്ങൾ. 2ാം കൃതി സമവാക്യങ്ങൾ എന്താണ്? നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കും, ഒന്നും പറയാനില്ല. അതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഒന്ന് അടിപൊളിയാക്കി കൊടുത്താൽ മതി. അത് കംപ്ലീറ്റ് മിസ് ആയിരിക്കും വരിക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ മിസ് എടുക്കുക, മിസ് സൂപ്പർ ആയിട്ട് എടുത്തു തരും. മിസ് അതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആയിരിക്കും. പിന്നെ -b +or- ഇക്വേഷൻ വരുന്ന ഭാഗവും. അത് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ചോദിക്കുന്ന ചോദ്യമല്ലേ സ്ക്വയർ കംപ്ലീഷന്റെ ഉള്ളിൽ തന്നെ ആ റെക്ടാംഗിളിന്റെ പ്രോബ്ലം. യെസ്, ഏരിയ തന്നിട്ട് അല്ലെങ്കിൽ ഡയഗണൽ തന്നിട്ടുള്ള റെക്ടാംഗിളിന്റെ ക്വസ്റ്റ്യൻ മക്കളെ എന്തായാലും പഠിക്കണം. പെരിമീറ്റർ എന്തായാലും തന്നിട്ടുണ്ടാവും അല്ലെ. പെരിമീറ്ററിന് തുടങ്ങി ഏരിയയിലേക്കോ പെരിമീറ്ററിന് തുടങ്ങി ഡയഗണലിലേക്കോ പോകുന്ന ആ ചോദ്യമാണ് ആ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. അപ്പൊ ഈ വർഷം നിങ്ങൾ എന്തായാലും സെക്കൻഡ് ഡിഗ്രിക്ക് കുറച്ചൊന്ന് നല്ലതുപോലെ നോക്കേണ്ട ചാപ്റ്റർ ആണ് 2ാം കൃതി സമവാക്യങ്ങൾ. ഇനി ഞങ്ങൾ ഇപ്പൊ പറയുന്ന കോണ്ടന്റ് വീഡിയോസ് ഇല്ലേ, അതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിന് ഇന്ന ഭാഗം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണേ മക്കളെ, അല്ലേ? അത് നമുക്ക് ചെയ്തു കൊടുക്കാം എന്തായാലും.
അപ്പൊ അടുത്തതാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പൊ മാത്സിൽ മാർക്ക് വേണം, ജയിക്കാവോ എന്ന് സംശയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പാണ് കൺസ്ട്രക്ഷൻ നിർമ്മിതികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും, അതായത് നമ്മുടെ സർക്കിൾസ് ടാൻജൻസ്, ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് കൺസ്ട്രക്ഷൻസ്. അപ്പൊ 2 വലിയ ചാപ്റ്റർ പഠിച്ച് അതിന്റെ കൂടെ നിങ്ങൾ ആ കൺസ്ട്രക്ഷൻ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഉറപ്പുള്ള മാർക്കാണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നിങ്ങൾ അത് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻസ് അറിയാത്ത ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇനി എവിടെ നോക്കി കൺസ്ട്രക്ഷൻ പഠിക്കുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. 8-ാം തീയതി കൺസ്ട്രക്ഷൻ പഠിക്കാനിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി 8-ാം തീയതി ഒരു കൺസ്ട്രക്ഷന്റെ ഫുൾ കംപ്ലീറ്റ് അല്ല 2 ചാപ്റ്ററിലെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻസ് ഉള്ള ഒരു വീഡിയോ വരും. അപ്പൊ അത് വെച്ചിട്ട് അറിയാത്തവർ ചെയ്ത് പഠിക്കുക. ഇനി ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ മറ്റേ 2 ചാപ്റ്റർ കൂടുതൽ സമയം കൊടുത്ത് പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ടഫ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ മറ്റേ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ അതിന്റെ കൂടെ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഫിനിഷ് ചെയ്തതിനു ശേഷം നമ്മളനുസരിച്ച് നമ്മൾ പറയുന്ന പോലെ നമ്മൾ പോയതിനു ശേഷം നിങ്ങളുടെ കയ്യിൽ ടൈം ബാക്കി വരുന്നുണ്ടെങ്കിൽ വീണ്ടും എടുത്ത് ചെയ്ത് നോക്കുക വേറെ ക്വസ്റ്റ്യൻസ്. അപ്പുറത്തുള്ള അരിത്തമെറ്റിക്കും അപ്പുറത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ അതിന്റെ കൂടെ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ 8-ാം തീയതി ശനിയാഴ്ച അല്ല, 8-ാം തീയതി വെള്ളിയാഴ്ച ആണല്ലോ. 8-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഇനി അന്ന് രാത്രിയുള്ള മാരത്തോൺ വെള്ളിയാഴ്ച രാത്രി 7:30 നമുക്ക് ലൈവ് ഉണ്ടാവും, മാത്സിന്റെ ലൈവ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താണ് ആ ലൈവിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? എന്താ വേണ്ടത്? ഇത്രയും ദിവസം അവർ പഠിച്ച ഈ ചാപ്റ്റേഴ്സ് 6-ാം തീയതി 7-ാം തീയതി 8-ാം തീയതി ഈ 3 ദിവസം പഠിച്ച ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ നിങ്ങൾക്ക് എന്താണ് അതിന്റെ ക്വസ്റ്റ്യൻ, ആ ചാപ്റ്ററുകളിൽ നിന്ന് എക്സാമിന് വരാൻ പോകുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യും. അങ്ങനെ അത് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ആ ലൈവിലേക്ക് വന്ന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും കിട്ടും. കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനിയും ചെയ്ത് പഠിക്കാനും പറ്റും. നമ്മളൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ നമ്മളെക്കാളും വേഗത്തിൽ നിങ്ങൾ അത് ചെയ്തിരിക്കും. എങ്ങനെയാണ് ഇതിന് പറഞ്ഞ പോലെ നിങ്ങൾ 6-ാം തീയതി 7-ാം തീയതി 8-ാം തീയതി പഠിച്ചിരിക്കണം. എന്നിട്ട് വേണം ലൈവിലേക്ക് വരാൻ. ലൈവിൽ മാത്രം വന്നിരിക്കരുത്. ഇത്രയും ദിവസം ഈ ഡേ ടൈം പഠിച്ചതിന് ശേഷം ലൈവിലേക്ക് വരിക. അപ്പോഴേ നമുക്ക് അത് കറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് ആ 8-ാം തീയതി അതിൽ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സമയം തന്നെ ആദ്യം പഠിച്ച ചാപ്റ്റർ ഒക്കെ മറന്നു പോകുന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. ഒന്നും നോക്കണ്ട, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഓർമ്മ വരും. നിങ്ങൾ വിചാരിക്കും മറന്നൊക്കെ പോകുന്നു. ഇല്ലടാ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ ഇതൊക്കെ പഠിച്ച എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളെ മനസ്സിലേക്ക് വരും. ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പഠിച്ചതൊക്കെ അങ്ങോട്ട് പറന്നു വരും. അങ്ങനെ വരും, ഉറപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കണം, ഉറപ്പാ. കൂടുതൽ മാർക്ക് നിങ്ങൾ 8-ാം തീയതി വൈകുന്നേരം 7:30 മുമ്പ് നിങ്ങൾ സെറ്റ് ആക്കിയിരിക്കും. 7:30 ലൈവിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാവും യെസ് ഞങ്ങളുടെ കയ്യിൽ ഇത്രയും മാർക്ക് എന്തായാലും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് 9-ാം തീയതി നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. യെസ്, 9-ാം തീയതി ശനിയാഴ്ച ട്രിഗണോമെട്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ട്രിഗണോമെട്രി, അതിന്റെ കൂടെ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകളും ജോമെട്രി ആൻഡ് ഓൾജിബ്ര. അത് 2 ചാപ്റ്റർ ആണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ആ 2 കൂടെ ഒരുമിച്ച് ഒരു ചാപ്റ്റർ ആയി പഠിച്ചാൽ മതിയെ. കോർഡിനേറ്റ്സ്, ജോമെട്രി ആൻഡ് ഓൾജിബ്ര, സൂചക സംഖ്യകളും ജാമിതിയും ബീജഗണിതവും 2 കൂടെ ഒരുമിച്ച് ഒരൊറ്റ ചാപ്റ്റർ പോലെ പഠിച്ചു പോകണം. അതിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് സർക്കിൾ, ഇക്വേഷൻ ഓഫ് ലൈൻ, ഈ ഭാഗത്തിൽ നിന്ന് എന്തായാലും ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്ത് തരുന്നുണ്ട്. അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ല 2 വരും തന്നെ പ്രതീക്ഷിച്ചോ. 2 ഉറപ്പായിട്ട് വരും തന്നെ പ്രതീക്ഷിച്ച് വെച്ചോ. ആ ഭാഗത്ത് നിന്ന് മോഡലിന് വന്നതാണ്. ഇനി എന്തായാലും ഇക്വേഷൻ ഓഫ് ലൈനോ ഇക്വേഷൻ ഓഫ് സർക്കിളോ 2-ൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ പരീക്ഷയ്ക്ക് പേപ്പർ പ്രിന്റ് അടിച്ച് വരൂല, അത് ഞാൻ ഗ്യാരണ്ടി. അപ്പൊ മക്കളെ, ആ ഭാഗം നിങ്ങൾക്ക് കോണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്തു തരും. ട്രിഗണോമെട്രിന്ന് എന്തായിരിക്കും അവർക്ക് വേണ്ടത് മിസ്സേ? ട്രിഗണോമെട്രിയിൽ നിന്ന് ഉറപ്പായിട്ട് നമ്മുടെ മോഡൽ എക്സാമിന് നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ച പാറ്റേൺ അല്ലാതെ മോഡൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു. ഏതാണ്? ആംഗിൾ ഓഫ് എലിവേഷന്റെ കൂടെ ആംഗിൾ ഓഫ് ഡിപ്രഷനും കൂടെ ചേർത്ത് വെച്ചു. ആ ഭാഗത്ത് നിന്നുള്ള ഭാഗം, ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്, ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അത് ഒരുമിച്ച് അങ്ങനത്തെ ഭാഗം മാത്രമാക്കിക്കൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം. ആ വീഡിയോയും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി തരും. ഇത് ഡേ ടൈം ആട്ടോ. ഈ സാറ്റർഡേയിൽ 9-ാം തീയതി പകൽ സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കോണ്ടന്റ് വീഡിയോയും കൂടെ കിട്ടും. ലൈവിന് മുമ്പ് നിങ്ങൾ ഇത് പഠിച്ച് തീർത്തിരിക്കണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് വീഡിയോസും ഷോർട്സും ആയിരിക്കും വരുന്നുണ്ടാവുക. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ആ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെ, മേൽക്കോണും കീഴ്ക്കോണും ഉള്ള ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്, ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, മേൽക്കോണും കീഴ്ക്കോണും കംപ്ലീറ്റ്. അതോ ചെറുത് മാത്രം പഠിച്ചാൽ പോരാ, 16, 13, 45 ഡിഗ്രി മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ രീതിയിലുള്ള നിങ്ങൾ ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വരുന്ന രീതിയിൽ നമുക്ക് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 60, 30 ഒന്നും അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ആംഗിൾസ് വെച്ചിട്ട് നമുക്ക് പഠിക്കണം. അതിന്റെ ഒരു കോണ്ടന്റ് വീഡിയോ നമ്മൾ എന്തായാലും ഈ ദിവസം തരുന്നതായിരിക്കും. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ, ഇത് ട്രിഗണോമെട്രിനൊക്കെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് തോന്നൂലേ? ഇന്നത്തെ ഈ ദിവസത്തെ ലൈവ് മിസ്സേ, ഈ ദിവസം നമുക്ക് ലൈവ് ഉണ്ടാവുമല്ലോ. യെസ്, ആ ലൈവിൽ നമ്മുടെ മാരത്തോൺ ലൈവ് ആയിരിക്കും 9-ാം തീയതി എന്ന ശനിയാഴ്ചത്തെ ലൈവ്. ഈ ശനിയാഴ്ചത്തെ ലൈവ് 7:30 ലൈവിൽ ഈ ചാപ്റ്ററുകളിലെ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ആദ്യം എടുക്കും. ആദ്യം ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എടുക്കും. അതിന്റെ പുറമെ
ഈ ചാപ്റ്ററിലെ ഈ ഏതൊക്കെ ചാപ്റ്റർ? ട്രിഗണോമെട്രി, ജോമെട്രി ആൻഡ് ആൾജിബ്ര, കോർഡിനേറ്റ്സ്. ഇതിന് പുറമെ നമ്മൾ മുൻപ് പഠിച്ച് വെച്ച ചാപ്റ്റർ ഇല്ലടാ, നിങ്ങൾ ഇതിന്റെ മുൻപ് ഒരു റിവിഷൻ കഴിഞ്ഞില്ലേ, ആ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങോട്ടേക്ക് ചെയ്യണം, ഒരു റിവിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം പഠിച്ചത് ഒഴിവാക്കിയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകുന്ന സമയത്ത് അതും കൂടെ നമുക്ക് പിടിക്കണം. പക്ഷെ അത് മാത്രമല്ല, ഇനി നമുക്ക് 2 ചാപ്റ്റേഴ്സും കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ സർക്കിൾസ് ആൻഡ് ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ രണ്ട് ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താ അറിയോ? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഏറ്റവും ടഫ് ചാപ്റ്റർ ഇത് രണ്ടുമായിരിക്കും. പക്ഷെ പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിയാൽ ആ ചാപ്റ്ററിന് സിമ്പിൾ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഈ 2 ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷന്റെ സെക്ഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് റിവീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി ഏതാ വരിക? ആംഗിൾ കാണുന്ന ക്വസ്റ്റ്യനും കുറച്ച് പ്രൂഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. മോഡൽ എക്സാമിന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പൊ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ലൈവിൽ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും എടുക്കും കേട്ടോ. ആ 2 ചാപ്റ്റർ നമ്മൾ എന്താണ് ഈ സാറ്റർഡേ ഉള്ള ലൈവില് നമ്മൾ ഈ 2 ചാപ്റ്ററും കൂടെ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ നിങ്ങളിത് പഠിച്ചിട്ടില്ല എന്നറിയാം. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ് ദാ നമ്മുടെ സൺഡേ 10-ാം തീയതി സൺഡേ രാവിലെ തന്നെ. ഇതാ ലൈവിൽ ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്റർ പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾക്ക് സൺഡേ രാവിലെ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ധൈര്യമായിട്ട് കംപ്ലീറ്റ് തന്നെ പഠിച്ചു തീർക്കാം. ഫുൾ ആംഗിൾ കാണുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ഡൗട്ട് ഉണ്ടാവും. ആ ഭാഗം നമ്മൾ അടിപൊളിയാക്കി ചെയ്തു തരുന്നുണ്ട് കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട, എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത് എന്നുണ്ടെങ്കിൽ 10-ാം തീയതി എന്താണ് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് നിങ്ങളുടെ 11 ചാപ്റ്റേഴ്സും പഠിച്ചു തീർന്നിരിക്കും. അല്ലെങ്കിൽ സാറേ ഉറപ്പായിട്ടും കഴിഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്നത്തെ നമ്മുടെ മാരത്തോൺ ലൈവ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു സെറ്റ് പഠിച്ചു, അതിനൊരു റിവിഷൻ കഴിഞ്ഞു. വീണ്ടും അടുത്ത സെറ്റ്, അവിടെ രണ്ടും കൂടെ ചേർത്തൊരു റിവിഷൻ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഒരു ലൈവ് അതായിരിക്കും. 11 ചാപ്റ്റേഴ്സിൽ നിന്നും എക്സാമിന് വരുന്ന പാറ്റേൺ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് 10-ാം തീയതി വൈകുന്നേരം ബമ്പർ മാരത്തോൺ ലൈവ് ഉണ്ടായിരിക്കും. അതിന് വരിക. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പറയും കംപ്ലീറ്റ് പഠിക്കുക. എന്നിട്ട് മോഡലിന്റെ പാറ്റേണിൽ ചെയ്യാം. ആദ്യം 2 മാർക്കിന്റെ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് അത് എങ്ങനെ തന്നെ, അത് കഴിഞ്ഞ് 3 മാർക്കിന്റെ സെക്ഷൻ, അങ്ങനെ നമുക്ക് കറക്റ്റ് കവർ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റർ നമുക്ക് എടുത്ത് ചെയ്യണം. അന്ന് ഈ ബമ്പർ മാരത്തോൺ കഴിയുന്നതുകൂടെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരണം. യെസ്, ഞങ്ങളെ കൊണ്ട് പറ്റും, 110 മാർക്കും ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്തായാലും വന്നിരിക്കും. അത് ഞങ്ങളുടെ ഉറപ്പ്. പിന്നെ രാവിലെ അന്ന് അവര് റിലാക്സ് ആയി പിറ്റേത്തെ എക്സാമിനെ പറ്റി ആലോചിച്ച് അടിപൊളിയായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റിട്ട് നമുക്കൊരു ബൂസ്റ്റർ വേണ്ട. ആ ബൂസ്റ്റർ, ബമ്പർ ബൂസ്റ്ററിൽ നമ്മൾ ലൈവായിട്ട് 6 മണിക്ക് രാവിലെ നിങ്ങളുടെ മുന്നിലെത്തും കേട്ടോ. കൃത്യം 6 മണിക്ക് രാവിലെ ഉണ്ടാവും. അപ്പൊ രാവിലത്തെ ലൈവിൽ എന്താ ടീച്ചർ നമ്മൾ എടുത്തു കൊടുക്കുക? രാവിലെ ഇവർക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതും കൂടെ നമ്മൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ഫുൾ കോൺഫിഡൻസിനെ നിങ്ങളെ എക്സാമിന് വിട്ടിരിക്കുന്നുണ്ട്. പരീക്ഷ എഴുതുന്ന സമയത്ത് അന്നപ്പോ നിങ്ങൾ നോക്കേണ്ടത് 110 അങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് എഴുതുക. ഇനി പരീക്ഷ പേപ്പറിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടഫ് വന്നാലും നിങ്ങൾക്ക് A+നുള്ള മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിൽ രീതിയിലായിരിക്കണം. മുഴുവൻ കവർ ചെയ്തുകൊണ്ട് പഠിച്ചാൽ അതെന്തായാലും എത്തും. അല്ലാതെ മിനിമം മാർക്കിന് വേണ്ടി പഠിച്ചാൽ നമുക്ക് അതിനേക്കാൾ കുറഞ്ഞു പോകും. ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. നമ്മുടെ മുന്നിലുള്ള സമയം 4 ദിവസം ഫുൾ ഡേ ആണ് കിടക്കുന്നത്. അടിപൊളി ടൈം ടേബിൾ ആണ്. ആ ടൈം ടേബിൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടിച്ചുപൊളിയായിട്ട് തന്നെ പഠിച്ചു കൊടുക്കുക അല്ലേ? ഒരു കാര്യം കൂടെ പറയട്ടെ, കുറച്ച് പേർക്ക് മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ഞങ്ങൾക്ക് അറിയായിരുന്നു, പക്ഷെ സമയം ഒരു പ്രശ്നമായി വന്നു എന്നുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മളെ പറഞ്ഞ ടൈം ടേബിൾ വെച്ച് 10-ാം തീയതി രാവിലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തീർന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? കഴിഞ്ഞ വർഷത്തെ SSLC എക്സാമിന്റെയോ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്റെയോ അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ മോഡലിന്റെയോ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഒരു എക്സാം സെറ്റപ്പിൽ ഇരുന്നിട്ട് കൃത്യം ടൈമർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. കൃത്യം നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ്? 2.5 മണിക്കൂറാണ് എക്സാം എഴുതാനുള്ളത്. ഒരു 2.25 മണിക്കൂറിനുള്ളിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആൻസർ ചെയ്ത് കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ്. ബാക്കി സമയത്തിൽ ഓർ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക അല്ലേ? ക്വസ്റ്റ്യൻസും ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അവസാനം എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് റീചെക്ക് ചെയ്യേണ്ടത് നല്ലതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ടൈം മാനേജ്മെന്റ് പ്രശ്നമുള്ളവരെ ഇങ്ങനെയും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്ത് പഠിക്കാനും കൂടെ ശ്രമിക്കാം. അപ്പൊ നമുക്ക് പറയാനുള്ളത് മൊത്തത്തിൽ അങ്ങ് പറയല്ലേ? അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ ലൈവുകൾ എല്ലാം നിങ്ങൾ കറക്റ്റ് കാണുക. ഈ ഡേ ടൈം നമ്മൾ പറഞ്ഞ പോലെ മക്കളെ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നമ്മുടെ റിവിഷൻ പോലെ ആയിരിക്കണം നമ്മുടെ ലൈവുകൾ. നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളും നമ്മുടെ കൂടെ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഓരോ ലൈവും. ഇങ്ങനെ നിങ്ങൾ പഠിച്ചോ, ഉറപ്പിച്ചോ. വേറെ എവിടെയും നിങ്ങൾ വേറെ ഒരു വീഡിയോയും തപ്പിപ്പോണ്ട. നിങ്ങൾക്ക് A+നുള്ളത് നമ്മൾ ഏകൻ തന്നിരിക്കും. ഉറപ്പല്ലേ മിസ്സേ? ഉറപ്പാണ്. A+ അല്ല,
110ൽ 110 That's it. മാർക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ദിവസങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. 11-ാം തീയതി മാത്സ് എക്സാം കഴിയുമ്പോൾ നിങ്ങൾ പറയണം ഏകിന്റെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് എന്ന്. യെസ്. അപ്പൊ എല്ലാ മക്കൾക്കും അടിച്ചു പൊളിയായിട്ട് മാത്സ് എക്സാം എഴുതാൻ പറ്റട്ടെ. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുന്നു. ഇന്ന് നമ്മൾ സ്റ്റാറ്റിയിൽ ആരംഭിക്കാൻ പോവാണ്. സ്റ്റാറ്റി ചാപ്റ്റർ പഠിച്ച് സെറ്റ് ആക്കുക. കോണ്ടന്റ് വീഡിയോ ചാനലിലുണ്ട്, മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവർക്കും സൂപ്പർ ആയിട്ട് മാത്സ് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, ബൈ.